ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ലീല റാവിസിലാണ്. ICIC പ്രൊഡൻഷ്യൽ കൊല്ലം ബ്രാഞ്ചിലെ MDRT മീറ്റ് ഇന്നിവിടെ നടക്കുകയാണ്. ജാനുവരി 18-ാം തീയതി രാവിലെ 10 മണി മുതൽ 2:30 മണി വരെയാണ് ഈ ഒരു മീറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ MDRT അർഹരായിട്ടുള്ള അഡ്വൈസേഴ്സിനെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആദ്യം റാവിസും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം. അതിനുശേഷം നമുക്ക് ഈ MDRT മീറ്റിൽ പങ്കെടുക്കാം. ഓക്കെ. ഇവിടെ അഷ്ടമുടിക്കായലിൻ്റെ തീരത്തോട് ചേർന്നാണ് ഈ റാവിസ് ഹോട്ടൽ നിലകൊള്ളുന്നത്. വളരെ മനോഹരമായ മോർണിംഗ് ഈവനിങ് അല്ല, എല്ലാ സമയവും നല്ല വൈബാണ് ഇവിടെ. അഷ്ടമുടിക്കായലിലൂടെ ഹൗസ് ബോട്ടുകളും മറ്റ് കെട്ടുവള്ളങ്ങളും പാവള്ളങ്ങളും അതുപോലെ തന്നെ വഞ്ചികളുമൊക്കെ തുഴഞ്ഞു പോകുന്നത് മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ICIC പ്രൊഡൻഷ്യൽ കൊല്ലം ബ്രാഞ്ചിൻ്റെ MDRTസിൻ്റെ ഒരു സെലിബ്രേഷനാണ് ഇവിടെ നടക്കുന്നത്. ആ സെലിബ്രേഷനിൽ മെയിനായിട്ടുള്ള 4 ഗസ്റ്റുകളാണ്. ഒന്ന് ഒരു COT ക്വാളിഫയർ മിസ്റ്റർ ബിനു, 2 ഗിരീഷ് കുമാർ B MDRT, നവിത N MDRT ആൻഡ് സുശീല ബാബു MDRT. ഈ 4 പേരുടെ സെലിബ്രേഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ശങ്കർ നാരായണൻ സാർ ഇവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലസ്റ്റർ ഹെഡ് നിബുൻ PG, അസോസിയേറ്റ് റീജിയൻ മാനേജർ ഇവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്നൊരു സിംഗർ ഇവിടെ ഉണ്ട്. ഇന്ന് ആക്ച്വലി ഇതൊരു വലിയ സെലിബ്രേഷൻ ICIC കൊല്ലം പ്രൊഡൻഷ്യലിൻ്റെ. അതിൻ്റെ ഭാഗമാകാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യും. താങ്ക് യു.
എല്ലാ ഹോസ്പിറ്റലും ഫുള്ളാണ്. എന്തുകൊണ്ടാണ്? ഞാൻ ഒരു 55 വയസ്സായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി വെറുതെ കയറി എനിക്കൊരു BP ഉണ്ടോ അല്ലെങ്കിൽ ഷുഗർ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്താൽ പിന്നീട് 20 വർഷത്തേക്ക് അവരെ പേഷ്യൻ്റായി. ആദ്യത്തെ മാസം 4000-ന്റെ മരുന്നായിരിക്കും, അടുത്ത വർഷം 5000-ന്റെ മരുന്നാവും, പിന്നെ 7 ആവും, 8 ആവും. എനിക്കൊരു 75 വയസ്സാകുമ്പോൾ 20,000 രൂപയുടെ മരുന്ന് ഞാൻ എല്ലാ മാസവും ചെയ്യും. എനിക്ക് പിന്നെ ഒരു രീതിയിലും ചെക്കപ്പ് നടത്തണം. സാറേ, ഒരു മാസം കഴിഞ്ഞാൽ ചെക്കപ്പ് നടത്താൻ കേട്ടോ എന്ന് പറഞ്ഞാൽ എന്റെ ഫാദർ 78 വയസ്സാ, പുള്ളി ഒരു മാസം മുമ്പത്തെ ദിവസം തന്നെ റെഡിയാവും. എന്തിനാണ്? ചെക്കപ്പ് ചെയ്തേ പറ്റും. കാരണം പക്ഷേ ഈ ആൾക്കാർക്കൊരു സെക്യൂരിറ്റി വേണം. എന്ത്, എനിക്ക് എപ്പോ വേണേ എടുക്കാൻ പറ്റുമെന്നുള്ള ധാരണ വേണം. മനസ്സിലായി? കാരണം എക്സ്പെഷ്യലി എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ലയോ എന്ന് തോന്നലാണ് പലരുണ്ടാകുന്നത്. രണ്ടാമത്, ഗിഫ്റ്റ് പ്രോ എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും പഠിച്ചാണ്. ഇൻക്രീസിങ് ഇൻകം അതിൽ എല്ലാ വർഷവും അതിന്റെ 55% അതിന്റെ ഇൻകം കൂടിക്കൊണ്ടിരിക്കും. സോ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വർഷവും എന്റെ ചെലവ് കൂടുന്നതുകൊണ്ട് എനിക്ക് 55% കൂടുതലാണ് കിട്ടുക. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റുകൾ എന്ന് പറയുന്നത് 4 പേരെന്ന് പറയുന്നത്, ഒന്ന് 2006 ഒരാള് ജോയിൻ ചെയ്യുന്നു. അദ്ദേഹം കഴിഞ്ഞ 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് MDRT ആവുന്നു. കോവിഡ് സമയത്ത് ഒരു പ്രാവശ്യം മിസ് ചെയ്തു, പക്ഷേ ബാക്കിയുള്ള 5 വർഷം MDRT ആയിട്ടുണ്ട്. ഈ വർഷവും MDRT ആയിട്ട് ഗിരീഷ് കുമാർ B ആണ്. അദ്ദേഹത്തെയും വൈഫിനെയും രണ്ടാമത് 2006 അതുപോലെ തന്നെ നവിത ജോയിൻ ചെയ്യുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് MDRT ആണ്. സാധാരണ ഒരു ഹൗസ് വൈഫ്, 2 മോളുമാരുടെ അമ്മ, ആംസ്റ്റർഡാമിൽ യൂറോപ്പിൽ പോയിട്ടുണ്ട്. ആ നവിതയും മോളെയും അതുപോലെ തന്നെ 2006 ജോയിൻ ചെയ്തിട്ടുള്ള സുശീല മേഡവും ഹസ്ബൻഡും 3 വർഷം കണ്ടിന്യൂസ് MDRT ആയിട്ടുണ്ട്. മേഡത്തേക്ക് ക്ഷണിക്കുക. അതുപോലെ തന്നെ 2007 ഒരു ചെറുപ്പക്കാരൻ ICICI പ്രൊഡൻഷ്യലിൻ്റെ കോഡ് എടുക്കുന്നു. ഞാനിത് നോക്കി വായിക്കാനേ പറ്റൂ, കാര്യം അത്രത്തോളം പ്രാവശ്യം MDRT, കഴിഞ്ഞ 3 പ്രാവശ്യത്തോളം COT. ഈ ഹാളിനകത്തുള്ള എൻ്റെ ബോസ്മാർ ഉൾപ്പെടെയുണ്ട്. അവർ പോയിട്ടുണ്ടോ എന്നറിയത്തില്ല. ഇത്രയധികം യൂറോപ്യൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയ സ്ഥലം ഏതായിരുന്നു? സ്വിറ്റ്സർലാൻഡിൽ. ഈ പ്രാവശ്യം ഗോഡ് ഗ്രേസ് കുറച്ച് ദിവസത്തിനുള്ളിൽ അദ്ദേഹം വിയറ്റ്നാമിന് പോകാനായിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അത് പോകുന്നില്ല, അദ്ദേഹം ന്യൂസിലാൻഡിലേക്ക് പോവുകയാണ്. അതുപോലെ ബോസ്മാരുടെ പെർമിഷനോടുകൂടി ഇഷ്വൻസിനകത്ത് അല്ലെങ്കിൽ റിഫ്ലക്ഷനകത്ത് വരുന്ന ഒരു ഇതാണ്. ഈ വർഷം ഇന്ന് 18 ദിവസമായി നമ്മൾ കഴിഞ്ഞ വർഷത്തെ MDRT സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ MDRT ഏകദേശം 100% ത്രൂ ആയിരിക്കുകയാണ്. അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ മെക്കാവോ ട്രിപ്പ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ അദ്ദേഹം ഇപ്പോൾ സിംഗപ്പൂർ ക്രൂയിസിൽ അദ്ദേഹം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ 2 കുഞ്ഞുങ്ങളെയും മേഡത്തെയും ഈ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ COT. ഓക്കെ.
പല ന്യൂ ഇയർ വോയിസിലും ഭയങ്കര ഏറ്റവും വലിയൊരു സംഭവം ബിനു എന്നൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ബിനു കഴിഞ്ഞ 3 മാസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 6 മാസത്തെ ബിനുവിൻ്റെ ഇൻകം, ബിനു ഗോൾഫ് ചെയ്ത ട്രിപ്പുകൾ അപ്പം ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. അതിന് മുമ്പ് ഞാൻ സംസാരിച്ചിരുന്നു, പല ആളുകളും സംസാരിച്ചു. അന്ന് ബിനു സംസാരിച്ചതിന് ശേഷം പലരും എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ആൾ ഇത്രയും ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾ ട്രിവാൻഡ്രത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ശരിക്കും ഒരു ഭാഗ്യമാണ്. ബിനു അവിടുന്ന് അയക്കുന്ന പല മെസ്സേജസും വാട്സപ്പ് കാര്യങ്ങളും അതല്ല, ഞാൻ കാണിച്ചിട്ട് കുറേ മോട്ടിവേറ്റ് ചെയ്തു. കഴിഞ്ഞ ഒരു 3 മാസം അല്ലെങ്കിൽ നവംബർ മുതൽ ഡിസംബർ വരെ ബിനു എടുത്ത എഫേർട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞ 2 മാസം ഓൾമോസ്റ്റ് 40-42 ലക്ഷം ചെയ്തു. ഈ മാസം നമ്മുടെ ഫസ്റ്റ് MDRT ഫ്രം അവർ ക്ലസ്റ്റർ ബിനു ഡിഡ് ഓൾമോസ്റ്റ് 42 ലാക്ക്. ഈ ഒരു മാസം മാത്രം 42 ലക്ഷമാണ് ബിനു ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. ബിനു സിംഗപ്പൂർ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. എഗെയിൻ MDRT ആയിരിക്കുന്നു. മീൻസ് MDRTക്ക് ഇപ്പോൾ വർഗീസ് ഉള്ളി സാർ ആയിക്കോട്ടെ കുറേ പേരുണ്ടായിരുന്നു, അടുത്ത് വന്നിട്ട് പോയവർ എല്ലാവർക്കും അടുത്ത വർഷം ആവണമെന്നുള്ള യു ഓൾ ക്യാൻ ബിക്കം an MDRT. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ സിംഗപ്പൂർ ട്രിപ്പ് ഓൾസോ. സ്ഥലം വെക്കുന്ന ആളുകളെല്ലാം എഗെയിൻ പിന്നെയും സ്ഥലം വാങ്ങുന്നില്ല. പലരും ബാങ്കിൽ ഇടുകയാണ്. അപ്പം നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് പറഞ്ഞു കൊടുത്താൽ ഈസി ആയിട്ട് ബിസിനസ് കിട്ടും. എന്തുകൊണ്ടാണ് നമുക്ക് നടക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ ഒറ്റൊരു സെൻറ്റൻസോടെ നിർത്തുക. അതായത് നമ്മൾക്ക് എവിടെയോ കിട്ടില്ല എന്ന് നമ്മൾ നല്ലപോലെ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു TOT എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജിജിമേഡു ആയിക്കോട്ടെ, അയ്യോ നമുക്കത് പറ്റുമോ ഇന്ന് ചിന്തിച്ചാൽ നടക്കില്ല. ഞാൻ എപ്പോഴും മനസ്സിൽ പറ്റുമെന്ന് വിചാരിച്ചാൽ നടക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മളിവിടെ വിചാരിക്കണം. ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വിചാരിക്കണം. ആദ്യമായിട്ട് പോയിട്ടുള്ളത് തായ്ലൻഡിലായിരുന്നു. ICIC തന്നെയാണ് എൻ്റെ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു സ്വപ്നം നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ICIC പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കമ്പനി തന്നെയാണ്. മാർച്ചിന് മുമ്പായിട്ട് തന്നെ COT കംപ്ലീറ്റ് ആക്കും. ഞാൻ മാർച്ച് വരെ പറഞ്ഞെങ്കിൽ ഫെബ്രുവരിയിലെങ്കിൽ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. മാർച്ചിന് മുമ്പ് അത് ചെയ്യണം. ഈ വർഷം എന്തായാലും TOT ആവും. ഞാൻ 2007 ജോയിൻ ചെയ്തത്. ആ വർഷം എനിക്ക് തോന്നുന്നു ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപ ബിസിനസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ തൊട്ട് പിറ്റേ വർഷം തന്നെ എനിക്ക് ആ ചെയ്ത ബിസിനസ് എനിക്ക് ഡബിൾ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള തൊട്ട് പിറ്റേ വർഷം എന്ന് പറയുന്നത് ആ ചെയ്ത ബിസിനസ് എനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അപ്പം ഒരു 5 ലക്ഷം രൂപ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യുന്ന 5 ലക്ഷം രൂപ നമ്മളെങ്ങനെ 10 ലക്ഷം രൂപ ആക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആ 10 ലക്ഷം രൂപ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 10 എന്നുള്ളത് നമുക്ക് ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ അത് ഒരു നിസ്സാര തുകയായിട്ടേ തോന്നുള്ളൂ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ്. ബിനു പറഞ്ഞതുപോലെ TOT സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് COT ആകാൻ പറ്റും. അപ്പോൾ ഞാൻ വെറും ഒരു MDRT മാത്രം സ്വപ്നം കാണുന്നത് കൊണ്ടാണ് ഞാൻ എന്നും MDRT ആയിട്ട് തന്നെ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കിന്ന് ഉണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ മാറ്റുകയാണ്. അതുപോലെ എന്നെ കേൾക്കുന്ന ബിനുവിന് കിട്ടിയേക്കുന്ന കണക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതി മാറേണ്ടുന്ന ഒരു സമയമാണിത്.